നമസ്തേ നമസ്തേ നമസ്തേ. ശ്രീ മഹാദേവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളെല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. നമ്മൾ ഈ ആഴ്ച പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിങ്ങക്കൂർ നക്ഷത്രം, അതായത് മകം, പൂരം, ഉത്രം നക്ഷത്രങ്ങളുടെ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ. അത് സന്തോഷഫലങ്ങളാണ്. അതാണ് പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ സന്തോഷഫലങ്ങളാണ്. അവരുടെ സങ്കട അവസ്ഥയിൽ നിന്നൊക്കെ അവർ മോചിതരായി. നക്ഷത്രക്കാരെ, അതായത് മകം, പൂര, ഉത്തര നക്ഷത്രക്കാരൊക്കെ അവരുടെ സങ്കടാവസ്ഥയിൽ നിന്നൊക്കെ മോചിതരായി. ജോലി രംഗത്തും കുടുംബരംഗത്തും സ്ഥാപനങ്ങളിലും എന്ന് വേണ്ട അവരുടെ എല്ലാ മേഖലകളിലും അവർക്ക് സന്തോഷാനുഭവങ്ങളുള്ള സമയമായി, ഗുണാനുഭവങ്ങളായി, മനസ്സിന് സമാധാനം കിട്ടുന്ന അവസ്ഥയിലേക്കായി. രോഗാവസ്ഥയിൽ മോചനം കിട്ടി, സന്താനങ്ങളുടെ ലോഹ്യങ്ങൾ മാറി ലോഹ്യസ്ഥിതിയായി, ബന്ധുമിത്രങ്ങളൊക്കെയായിട്ടുള്ള ലോഹ്യങ്ങൾ മാറി ലോഹ്യസ്ഥിതിയായി, ധനം തരാനുള്ള ആൾക്കാർ ധനം തന്ന് ആ അവസ്ഥയ്ക്കൊക്കെ വ്യത്യാസം വന്ന് സന്തോഷസ്ഥിതിയാവും. അപ്പം അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും മകം, പൂരുത്തറുന്ന ആളുകാർക്ക് സന്തോഷാവസ്ഥയാണ്. പ്രധാനം ദാമ്പത്യ ജീവിതമാണ്. പല ആൾക്കാർക്കും ദാമ്പത്യത്തിൻ്റെ പ്രശ്നങ്ങളായിരുന്നു ഈ മകം, പൂരുത്രക്കാർക്ക്. അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനമായി, സങ്കടാവസ്ഥകൾ മാറി തുടങ്ങി, ബുദ്ധിമുട്ടുള്ള അവസ്ഥകൾ മാറി തുടങ്ങി, അങ്ങനെയുള്ള ലോഹ്യങ്ങൾ മാറി തുടങ്ങി. ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് നല്ല മോചനം കിട്ടും. ഇതൊക്കെ പ്രധാന ഘടകങ്ങളാണ്. ശരീര ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കിട്ടും, സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്ന് മോചനം കിട്ടും, വിവാഹാദി കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാർക്ക് വിവാഹങ്ങൾ നടക്കും, ഗൃഹനിർമ്മാണം, പുതിയ വാഹനം വാങ്ങിക്കുന്ന അവസ്ഥ, പുതിയ സ്ഥലം വാങ്ങിക്കുന്ന അവസ്ഥ, ഇതിനൊക്കെ നമുക്ക് സന്തോഷാനുഭവങ്ങളാവും. ഇതൊക്കെ നടക്കും എന്നുള്ളത് തന്നെയാണ് സന്തോഷാനുഭവം എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ നടക്കാനുള്ള അവസ്ഥകളെല്ലാം വന്ന് ചേരും. അതൊരു പ്രധാന ഘടകമാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ മനസ്സിന് സ്വസ്ഥത കിട്ടുന്ന പല പല അവസരങ്ങളും അനുഭവങ്ങളെല്ലാം കുടുംബത്തിലും നമ്മളുടെ സ്ഥാപനങ്ങളിലും ജോലി സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടാവും. ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്, ചെറിയ കാര്യങ്ങളല്ല. ഇതൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷാവസരങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളും സമാധാനം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ജോലി രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാവും, നമ്മൾക്ക് സംരംഭങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ അഭിവൃദ്ധി ഉണ്ടാവും, കുടുംബത്തിൽ സന്തോഷസ്ഥിതി ഉണ്ടാവും, ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷാവസ്ഥ ഉണ്ടാവും, സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും, അവരായിട്ടുള്ള ലോഹ്യങ്ങൾ മാറും, ബന്ധുമിത്രങ്ങളായിട്ടുള്ള ലോഹ്യങ്ങൾ മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ ആരുടെങ്കിലൊക്കെ ലോഹ്യങ്ങൾ അല്ലെങ്കിൽ കാശ് വാങ്ങിച്ചിട്ട് തരാത്ത അവസ്ഥ, അങ്ങനെ എന്തെങ്കിലും സാമഗ്രികൾ വാങ്ങിച്ചിട്ട് തരാത്ത അവസ്ഥയൊക്കെയായിട്ടുള്ള ലോഹ്യങ്ങൾ ആ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും. പിന്നെ വിദ്യാഭ്യാസം നയിക്കുന്ന ആൾക്കാർക്ക് വിദേശത്ത് പോയി പഠിക്കാൻ അവസരങ്ങൾ വന്നു ചേരും, അതെല്ലാം ഫലവത്താവും. വിദേശ ജോലി നോക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം ജോലിയിലൊക്കെ അഭിവൃദ്ധികൾ വന്നു നേരും. പിന്നെ പറയണമെങ്കിൽ നാട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. അങ്ങനെയുള്ള എന്ത് ജോലി ആയിക്കോട്ടെ, ആ ജോലിയിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം വന്ന് നമുക്കൊരു മേൽഗതി വരുന്ന അവസ്ഥയിലേക്ക് മാറി ആ സമയം. പിന്നെ പിണങ്ങി പോലീസ് കേസ് കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ, കുടുംബോടതി കേസൊക്കെ ആയിട്ടിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ, അവർക്കൊക്കെ മോചനമായി, അവരൊക്കെ സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള അവസരങ്ങളിലേക്ക് എത്തി. പിന്നെ ഇവർക്ക് അല്പം ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ശിരസ് തലയായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, ഉദരം വയറായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മോചനമായി. പിന്നെ എല്ലാ മേഖലയിലും തടസ്സങ്ങളുണ്ടായി. സ്ഥലം വാങ്ങിക്കുന്ന സ്ഥിതിക്ക് തടസ്സമുണ്ടായി, ഗൃഹനിർമ്മാണത്തിന് തടസ്സങ്ങളുണ്ടായി, വാഹനം വാങ്ങുന്ന തടസ്സങ്ങളുണ്ടായി, യാത്രയ്ക്ക് തടസ്സങ്ങളുണ്ടായി. അതെല്ലാത്തിൽ നിന്നും മോചനമായി, ആ തടസ്സങ്ങളൊക്കെ നീങ്ങി. അപ്പം അങ്ങനെയുള്ള പല അഭിവൃദ്ധിയുള്ള കാര്യങ്ങൾ ഈ നാളുകാർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയമുള്ളത്. മകം, പൂര, ഉത്രം നാളുകാർക്ക് അവരൊക്കെ നന്നായിട്ട് സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. കിട്ടുന്ന ധനമൊക്കെ സൂക്ഷിച്ച് വയ്ക്കുക. അവർക്കൊട്ടും തിരിഞ്ഞു നോക്കി ചിന്തിക്കേണ്ട അവസ്ഥയില്ല. അഭിവൃദ്ധിയുള്ള സമയമാണ്, സന്തോഷാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനി അഥവാ ഈ നാളുകാർക്ക് ബുദ്ധിമുട്ടുകളാണ്,
മോചനമായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലുണ്ട് വഴിപാട്. ഏതെങ്കിലും മഹാദേവ ക്ഷേത്രത്തിൽപ്പെട്ട് 101 കുടം ജലധാര വെച്ച് പ്രാർത്ഥിക്കുക. മഹാദേവന് വിശേഷമാണ്. 101 കുടം ജലധാര കഴിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക മഹാദേവന്. പിന്നെ അതുപോലെ തന്നെ ഗുരുവായൂർ ദർശനം നടത്തി പ്രാർത്ഥിക്കാം. ഇതൊക്കെ ഇവരനുഭവിക്കുന്ന സങ്കടാനുഭവങ്ങളുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം കിട്ടാൻ വളരെ വിശേഷമാണ്. ഗുരുവായൂർ പോയി പ്രാർത്ഥിക്കുക. മഹാദേവക്ഷത്തിൽ 101 കുടം ജലധാര കഴിച്ച് പ്രാർത്ഥിക്കുക. നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. എവിടെയെങ്കിലും ഭഗവതിക്ക് പായസം കഴിച്ച് പ്രാർത്ഥിക്കുക. ഇതൊക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകാരുണ്ടെങ്കിൽ, അതിൽ മകം പോലെ ഉത്തരുന്ന ആളുകാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അത് മാറാൻ നല്ലതാണ് ഈ വഴിപാടുകൾ. ഭഗവതിക്ക് പായസം, മഹാദേവൻ 101 കുടം ജലധാര, നെയ്വിളക്ക്, ശ്രീകൃഷ്ണസ്വാമിക്ക് ഗുരുവായൂർ പോയി പ്രാർത്ഥിക്കുക. ഇതൊക്കെ മുതൽ കിട്ടുന്ന അവസ്ഥയാണ്. വലുതാണെങ്കിലും എല്ലാവർക്കും സന്തോഷാനുഭവങ്ങൾ ഉണ്ടാവട്ടെ. നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഏറ്റവും നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യവും സമൃദ്ധി എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ. ഈ നാളുകാർക്ക് അത്യാവശ്യം നല്ല സമയങ്ങളാണ്. ആ നല്ല സമയം നമ്മൾ ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കടമ. ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കുക, സമ്പത്തൊക്കെ സ്വരുക്കൂട്ടി വയ്ക്കുക, കുടുംബ സന്തോഷം ഉണ്ടാകുന്ന അവസരം ഒരുക്കുക, എന്നൊക്കെ ശ്രമിക്കുക. എന്തായാലും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ സംരംഭം പ്രോത്സാഹിപ്പിക്കുക. ഇതിലെല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ശ്രീ മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. ശുഭദിനാശംസകൾ എല്ലാ നന്മകളും നേരുന്നു. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, നമഃ ശിവായ.